വരെ നമ്മളിന്ന് പഠിക്കുന്നത് ഫയർഫോഴ്സ് ഡ്രൈവറിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന APO ഡ്രൈവർ, അതുപോലെ CPO ഡ്രൈവർ, വേരിയസ് LDV HDV ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം കമ്പനി ബോഡിയിൽ നിന്നും ഡ്രൈവറുണ്ട്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. ഇത് വെച്ച് വേണം ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വ്യക്തമായ സിലബസ് ഓഗസ്റ്റ് 26 ഡ്രൈവറിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടില്ല. അല്ല 50 മാർക്ക് ഡ്രൈവർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവർ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ്? അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ആൻസർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതിനെക്കുറിച്ചൊരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഉത്തരം കറക്റ്റ് വരുന്നത് മോട്ടോർ ക്യാബ് ഒരു പബ്ലിക് സർവീസ് വെഹിക്കിളാണ്. പിന്നെ സ്റ്റേജ് ക്യാരിയർജാണ്, പക്ഷേ ഗുഡ്സ് ക്യാരീസ് അല്ല. അപ്പോൾ 1ഉം 2ഉം ശരി. ഈ A ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കണ്ടേ? പഠിക്കാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയവർക്ക് തീർച്ചയായിട്ടും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അവിടെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് സർവീസ് വെഹിക്കിൾസിൽ വരുന്നത് മാക്സി ക്യാബ് വരും, മോട്ടോർ ക്യാബ് വരും, സ്റ്റേജ് ക്യാരിയർ വരും, കോൺട്രാക്ട് ക്യാരേജ് വരും, ടൂറിസ്റ്റ് വാഹനം വരും. ഇതും ഓപ്ഷനിൽ ഇനി വരാം. അപ്പോൾ ഇത്രയാണ് വരുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിച്ച് ഇരിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് 8 വർഷം വരെയുള്ള പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫിറ്റ്നസ് കാലാവധി. അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം നമുക്ക് 8 വർഷം വരെ എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഇറങ്ങി 8 വർഷം ആകുന്നത് വരെ എന്നാണ്. അപ്പോൾ 8 വർഷം കഴിഞ്ഞ് 8 വർഷമോ അതിൽ കൂടുതലോ ആയിക്കഴിഞ്ഞാൽ 1 വർഷമാണ് കാലാവധി. അപ്പോൾ ഇവിടെ 8 വർഷം വരെ, അതാണ് ശ്രദ്ധിച്ച് വായിക്കുക, വരെ എന്നുള്ളത് കൊണ്ടാണ് 2 ഉത്തരമാവുന്നത്. 8 വർഷം വരെയാണെങ്കിൽ ഉത്തരം എത്രയാണ്? 2ആണ്. 8 ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം 1ആണ് ഉത്തരം വരുന്നത്. ഈ ഫിറ്റ്നസിനെ കുറിച്ച് കൂടുതൽ പോയിൻ്റ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഫിറ്റ്നസിനെ കുറിച്ച് പറയുന്നത്, അതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച്, കാലാവധിയെക്കുറിച്ച് പറയുന്നത് CMVR സെക്ഷൻ 62 അതിൽ ഫോം 38 പ്രകാരമാണ് ഈ ഫിറ്റ്നസ് ഇഷ്യൂ ചെയ്യുന്നതും റിന്യൂ ചെയ്യുന്നതും. ഫിറ്റ്നസ് നമ്മൾ ലഭ്യമാകാൻ നമ്മൾ എന്താണ് അവിടെ ഹാജരാക്കേണ്ട രേഖകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. റോഡ് ടാക്സ് സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ ഇൻഷുറൻസ്, പിന്നെ മറ്റൊന്ന് RC ബുക്ക് ഒറിജിനൽ, പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ID കോപ്പി വേണം. അതുപോലെ പെൻസിൽ സ്കെച്ച് ചേസിസ് നമ്പറിൻ്റെ പെൻസിൽ സ്കെച്ച് വേണം. നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് സ്കെച്ച് വേണം. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഓക്കെ, ഇത്രയാണ് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ സാധാരണ ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് വാഹനത്തിലാണെങ്കിൽ, പേഴ്സണൽ വാഹനമാണെങ്കിൽ 15 വർഷത്തേക്കാണ്. അതിനുശേഷം വരുന്ന ഓരോ 5 വർഷത്തേക്കും ഫിറ്റ്നസ് ആവശ്യമാണ്. ഇത് 2 വീലറായാലും ഇങ്ങനെ തന്നെയാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിളിലാണ് അതിൽ മാറ്റം വരുന്നത് എന്നൊരു കാര്യം പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, റോഡിൻ്റെ മധ്യഭാഗം തുടർച്ചയായിട്ട് മഞ്ഞ വര വരച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ, അപ്പോൾ റോഡ് മാർക്കിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പം വരുന്നതായിരിക്കും ലിങ്ക്, അത് നിങ്ങൾ മുകളിൽ ഒന്ന് കണ്ടു നോക്കുക. റോഡ് മാർക്കിങ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം മഞ്ഞ വരയാണെങ്കിൽ നമുക്ക് എന്താണ് പാടില്ലാത്തത്? മഞ്ഞ വരയിൽ കയറുവാനോ അതിലൂടെ പോകാനോ പാടില്ല എന്നുള്ളതാണ്. C ഓപ്ഷനാണ് കറക്റ്റ് ഉത്തരം. 3rd ഓപ്ഷൻ C. മഞ്ഞ വര കടക്കാൻ പാടില്ല, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. വേഗത കുറച്ച് പോകണം, അങ്ങനെ കാര്യമൊന്നും പറയുന്നില്ല, അത് ശരിയാവാം. പക്ഷേ അതിൽ ഏറ്റവും ഉത്തരം ഇതാണ്, ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക, അത് തെറ്റാണ്. അപ്പം കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് C ആണ്. നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്യും. ആംബർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ ലൈറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് ആംബർ നിറമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റിലേ മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ നോക്കുക. അത് വലിയൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇവർക്ക് തെറ്റിച്ച് കൊടുക്കാൻ വേണ്ടി വലിയൊരു ഓപ്ഷൻ PSC പൊതുവേ കൊടുക്കാറില്ല. ഒരു 95% അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുമടച്ച് ഇതാണ് ഉത്തരവെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എഴുതുക. അപ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ട്രാഫിക് ഇൻ്റർസെക്ഷനിൽ കാൽനടക്കാർ ആരും
അല്ലെങ്കിൽ അതുപോലെ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്തതിന് ശേഷം ശ്രദ്ധിച്ച് കടന്നു പോകുക എന്നുള്ളതാണ് കറക്റ്റായ ആൻസർ. മോട്ടോർ വാഹന വകുപ്പ് 112 പറയുന്നത് എന്താണ്? 112 എപ്പോഴും പറയുന്നത് അമിത വേഗതയെക്കുറിച്ചാണ്. ഒരു ലിമിറ്റഡ് വേഗതയിലേ അവിടെ പോകാവൂ, നിഷ്കർഷിച്ചിട്ടുള്ള വേഗത. ഓവർലോഡ് വരുന്നത് 113 ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 119 പറയുന്നുണ്ട്. ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് 18-ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനും നമ്മൾ നോക്കി പഠിക്കണം. മോട്ടോർ വാഹന നിയമം MV ആക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂഷൻ വരണ്ട. ഇവിടെ MV ആക്ട് എന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഏത് വകുപ്പിൽ നിന്നാണ് പറയുന്നത്? 177 ഉത്തരം വരുന്നത്. അപ്പം 177A കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഇപ്പോൾ ഇവിടെ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഒന്ന് കണ്ടുനോക്കുക. അതോടൊപ്പം 185 നിങ്ങൾക്ക് അറിയാം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പിഴത്തുകകളെക്കുറിച്ചുള്ള PDF-ഉം നമ്മുടെ ഫൈനും നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. 129 ഹെൽമെറ്റ്, ഹെഡ് ഗിയർ എന്നും അല്ലെങ്കിൽ ഹെൽമെറ്റ് എന്നറിയപ്പെടുന്ന ഹെൽമെറ്റിനെ കുറിച്ച് പറയുന്നതാണ് 129. എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം വാഹനം ഓടിക്കുമ്പോൾ എന്നുള്ള കാര്യം, 2 വീലറിൽ ധരിച്ചിരിക്കണം എന്നുള്ള കാര്യം പറയുന്നു. 183 ഈ അമിത വേഗത നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ ശിക്ഷ വരുന്നത് 183-ലാണ്. 112-ന് ശേഷം വരുന്നത് 183-ലാണ്. തൊട്ടടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. 129 എന്തിനെക്കുറിച്ച് പറയുന്നു? ഹെൽമെറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു. അമിത ഭാരം നേരത്തെ പറഞ്ഞു 113, വേഗത നമ്മളിപ്പോൾ ചോദിച്ചേ ഉള്ളൂ. അതുപോലെ സിഗ്നലിൻ്റെ ലംഘനത്തെ പറ്റിയുള്ള കാര്യവും അതെല്ലാം നമ്മളതിൽ പറഞ്ഞതാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന ഒരു നിയമപാലകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ബോധപൂർവ്വം അനുസരിക്കാതെയുള്ള ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമ വകുപ്പ് 179. ഓക്കെ, 184 ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറയും. ഓക്കെ, 190-2 എന്തിനെ കുറിച്ച് പറയുന്നു? ശബ്ദ വായു മലിനീകരണത്തെക്കുറിച്ച് പറയുന്നതാണ് 190-2. അടുത്തത് 3 വീലറിൻ്റെ പരമാവധി വേഗതയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? 6 വരി പാതയിൽ, നാഷണൽ പാതയിലുള്ള വേഗത 50 km/മണിക്കൂറാണ്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രകാരമുള്ള നമ്മുടെ സ്പീഡ് ലിമിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നാഷണൽ ഹൈവേ, അതായത് 6 ലൈൻ ഉള്ള ഹൈവേകളുടെ കാര്യം ആദ്യത്തെ ലൈനിൽ പറയുന്നു. ശേഷം 4 ലൈനിലെ നാഷണൽ ഹൈവേയെക്കുറിച്ച് പറയുന്നു. മറ്റ് നാഷണൽ ഹൈവേയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഹൈവേയെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റ് മേജർ റോഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സിറ്റി ലിമിറ്റും അതർ റോഡ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് 6 ലൈനാണ്. സോ അത് നമുക്കൊന്ന് പഠിച്ചിരിക്കാം. M1 കാറ്റഗറി വെഹിക്കിൾസ് ആണെങ്കിൽ 110 പരമാവധി വേഗത വരുന്നത് 110. അത് 6 ലൈൻ നാഷണൽ ഹൈവേയിലാണ് വരുന്നത്. M2 M3 ടൈപ്പിലാണെങ്കിൽ 95 km/h ആണ്. അത് ഏറ്റവും കൂടുതൽ 6 ലൈനാണ് വരുന്നത്. ഇനി എല്ലാ N ടൈപ്പ് ഗുഡ്സ് കാരേജിനും 80 വരുന്നത്. 6 ലൈനിൽ 80 വരുന്നത്. 2 വീലറിലാണെങ്കിൽ 60 6 ലൈനിൽ വരുന്നത്. 3 വീലർ 50. എവിടെ ആയാലും 3 വീലർ 50 എന്നൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. സോ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട, എല്ലായിടത്തും 50. എഡ്യൂക്കേഷണൽ ബസ്സും എല്ലായിടത്തും എന്താണ് 50. ഇനിയുള്ളെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്, എഡ്യൂക്കേഷണൽ ബസ്സായിരിക്കും ചോദിക്കുക. അതെവിടെ ചോദിച്ചാലും 3 വീലറും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ബസ്സായാലും രണ്ടും എത്ര 50 എന്നൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു വാഹനം കയറി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ പോകണം? അത് ഏറ്റവും കറക്റ്റായ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന ഏത് ഗിയറാണോ ആ ഗിയറിൽ തന്നെ ഇറങ്ങണമെന്നാണ്. പിന്നെ ഏറ്റവും ചെറിയ ഗിയറും അങ്ങനെ ആൻസർ ഉണ്ട്. പക്ഷേ ഇതിൽ കറക്റ്റ് ആൻസർ കൊടുക്കാൻ സാധ്യത ഇതാണ്. ഫസ്റ്റ് ഗിയറൊന്നും കൊടുക്കില്ല, കയറിയ അതേ ഗിയർ, അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ഹോണിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ സിലബസിൽ തന്നെ പറയുന്നുണ്ട്. ഹോണിനെ കുറിച്ചൊരു സെക്ഷൻ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോണിനെ കുറിച്ചും അങ്ങനെ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനകത്തുനിന്ന് ചോദിച്ചതാണ്, ഒരു വാഹനത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഏത് ടൈപ്പ് ഹോണാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഹോണാണ്. ആ സെക്ഷൻ നമുക്ക് നോക്കാം. ഇതാണ് ആ സെക്ഷൻ. കറക്റ്റ് വരുന്നത് എന്താണ്? ഹോൺ എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത് 119 വരുന്നത്. 119 ഹോണിനെ കുറിച്ച് സെക്ഷൻ വരുന്നത് 119. ഓക്കെ, ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഇലക്ട്രിക് ഹോൺ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി പഠിക്കേണ്ട എന്നൊരു കാര്യം.
ഓക്കെ, അതുപോലെ അപ്പോൾ ഇലക്ട്രിക് ഹോൺ. ഓക്കെ, അടുത്ത ചോദ്യം ആംഡ് വെഹിക്കിൾസ്. അപ്പോൾ ഇത് ഞാൻ ഒരു PYQ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോർപ്പറേഷൻ ബാങ്കിന് ലേറ്റസ്റ്റ് ചോദിച്ച LDB പരീക്ഷയ്ക്ക് HDB പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ അതിനും ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ച അതേ PYQ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ആംഡ് വാഹനങ്ങൾ ഏത് തരം വാഹനത്തിൽ പെടുന്നതാണ്? സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഈ ആംഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അപകടകരമായ ഹസാർഡ് ഗുഡ്സ് വാഹനങ്ങൾ, ഡേഞ്ചറസ് ഹസാർഡ് വാഹനങ്ങൾ അല്ലേ, അത് നിർബന്ധമായി അതിലുണ്ടായിരിക്കേണ്ട സ്പാർക്ക് അറസ്റ്ററാണ്. അതിനെക്കുറിച്ചൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതും നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ വരുന്നതായിരിക്കും, ആ വീഡിയോ കണ്ടു നോക്കുക. അടുത്തത് സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്ന നിറത്തെക്കുറിച്ചാണ്. മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്ന നിറം എന്ന് പറയുന്നത് ഒലീവ് ഗ്രീൻ നിറമാണ്. ഒലീവ് ഗ്രീൻ നിറം. ഗുഡ്സ് ക്യാരേജിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോഗ്രാമിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ ഗുഡ്സ് ക്യാരേജ് ആയതുകൊണ്ട് അതിന് എന്ന് പറയാം ഹെവി ഗുഡ്സ് വെഹിക്കിൾ HGV എന്ന് പറയാം. ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട PDF തന്നെ M ടൈപ്പ് എന്താണ്, L എന്താണ്, M1 ടൈപ്പ്, M2 ടൈപ്പ്, M3 ടൈപ്പ്, N ടൈപ്പ്, L1 ടൈപ്പ്, L2 ടൈപ്പൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന കുറഞ്ഞ 4 വീലുള്ള വാഹനങ്ങൾ അതിൽ യാത്രക്കാരെ കയറ്റുന്നതാണെങ്കിൽ അത് എപ്പോഴും ഏതായിരിക്കും? അത് M ടൈപ്പ് ആയിരിക്കും. L ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ എന്താണ് ഗുഡ്സ് ക്യാരി ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വാഹനത്തെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ട്രെയിലറുകളൊക്കെയാണ് N ടൈപ്പിൽ വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് നോക്കിയിരിക്കുക. താഴെ പറയുന്നതിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ലൈസൻസിങ് അതോറിറ്റിക്ക് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ പറ്റും? ഗുഡ്സ് വാഹനങ്ങൾ ഓവർലോഡ് കയറ്റിയാൽ അത് പറ്റും. അടുത്തത് ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുകവലിച്ചാൽ അത് പറ്റും. ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ. ഇത് മൂന്നുമാണ് ശരി ഉത്തരം വരുന്നത്. എന്നാൽ നമ്മുടെ ഹെഡ് ഗിയർ ഇടാതെ പോയെന്ന് പറഞ്ഞ് ഒരിക്കലും ലൈസൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സസ്പെൻഡ് ചെയ്യാൻ, അതായത് അയോഗ്യത കൽപ്പിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ക്രോസ് വരുമ്പോഴത്തേക്ക് ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ. ഇവിടെ C ഓപ്ഷൻ ഒരു വലിയ ഒരു ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. സോ ഇതായിരിക്കും ഉത്തരം എന്നൊരു കാര്യം മനസ്സിലുണ്ട്. ഇതവിടെ ആലോചിക്കുക. വാഹനം ഈ റോഡിൻ്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവർ ഇടത് സൈഡിലാണ് നിർത്തുന്നത്, അത് കറക്റ്റാണ്. ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിർത്തിയ ശേഷമാണ് ഇറങ്ങുന്നത്. റെയിൽവേ ട്രാക്കിൻ്റെ വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷമാണ് പോകേണ്ടത്. C ആണ് ഇവിടെ കറക്റ്റ് ഉത്തരം. താഴെ പറഞ്ഞതിൽ IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹനം, അതായത് ഇഗ്നിഷൻ നടക്കുന്നത് ഇൻറ്റേർണൽ ആയിരിക്കും, അതാണ് IC എഞ്ചിൻ. എക്സ്റ്റേണൽ ടൈപ്പാണ് EC എഞ്ചിൻ, അതായത് എഞ്ചിനകത്ത് കത്താതെ പുറത്ത് ഉള്ള പുറത്ത് കത്തൽ നടക്കുകയും ആ ഒരു പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള എഞ്ചിനാണ് EC എഞ്ചിൻ. അതിന് ഉദാഹരണം സ്റ്റീം എഞ്ചിനാണ്. സ്റ്റീം എഞ്ചിൻ ആവിയന്ത്രം എന്ന് പറയും. 92. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട ആരെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനകത്ത് അറിയിച്ചാൽ മതി. C ഓപ്ഷൻ. താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ ആംബുലൻസിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. സോ എന്ത് ചെയ്യുക? വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കുക. C ഓപ്ഷൻ. വാഹനത്തിൽ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഓഡോമീറ്റർ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. വാഹനത്തിൽ ട്രിപ്പ് സെറ്റ് ചെയ്ത് നമ്മൾ ഓഡോമീറ്റർ നോക്കാറുണ്ട് അല്ലേ? ഓഡോമീറ്ററിൽ ടോട്ടൽ നമ്മൾ സഞ്ചരിച്ച ദൂരം കാണിക്കും. ട്രിപ്പ് നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ വാഹനം അതുവരെ ഓടിയ മൊത്തം കിലോമീറ്റർ, ടോട്ടൽ കിലോമീറ്റർ അറിയാനാണ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. 95. M എന്താണ്? മിറർ സിഗ്നൽ മാനുവർ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതാണ് മിറർ സിഗ്നൽ ആൻഡ് മാനുവർ എന്നുള്ളതാണ് ആൻസർ. 96ാമത്തെ ചോദ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമാരിറ്റേറിയൻ അതായത് ഗുഡ് സമാരിറ്റൻ നിയമം പാസ്സാക്കിയ ഏത് വർഷമാണ്? 2016 മാർച്ച് 30. ഇതിനെക്കുറിച്ചൊരു ക്യാമ്പയിൻ 2020 നടക്കുകയുണ്ടായി എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ചോദിച്ച അതേ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിൻ്റാണ് ഈ വേൾഡ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ് എന്ന് പറയുന്നത്. ലോകത്തിൽ നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായിട്ട് ആചരിക്കുന്ന ഓർമ്മ ദിനം എന്നാണ്. അത് എല്ലാ വർഷങ്ങളിലും
നവംബർ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയായിരിക്കും. 2024 നവംബർ 17 ആ ദിനം. പോയ വർഷം നവംബർ 17 ആ ദിനം. അടുത്ത ചോദ്യം, മോട്ടോർ വാഹന നിയമത്തിലെ നിയമപാലകന് ശരിയായ രേഖകൾ ഇല്ലാതെ വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരമുള്ളത് 207 പ്രകാരമാണ്. സെക്ഷൻ 207. ഇവിടെ അടുത്തടുത്ത് 2 സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തതാണ്. പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 5000 രൂപ പിഴ ലഭിക്കും. ഇനി നിങ്ങളുടെ പിതാവിൻ്റെ വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ പിതാവിന് 25,000 രൂപയും ലഭിക്കും. ഇവിടെ ശരി ഉത്തരം ബി ഓപ്ഷൻ. ലാസ്റ്റ് ചോദ്യം, ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുകയെക്കുറിച്ചുള്ള PDF നമുക്കൊന്ന് പഠിച്ചിരിക്കാം. ഫൈനിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത്. 177 ജനറൽ പ്രൊവിഷൻസ് ഫോർ പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസ് വിച്ച് പെനാൽറ്റി ഈസ് നോട്ട് പ്രൊവൈഡ് ഫോർ. അപ്പോൾ ആദ്യം 250 പിന്നോടുള്ള ഫൈനിന് 500 രൂപ വെച്ച് ലഭിക്കുന്നതായിരിക്കും. 178 1-ാമത്തെ വകുപ്പ്, അതായത് ഓപ്ഷനിലൊക്കെ കിടന്നതാണ്. പെനാൽറ്റി ഫോർ ട്രാവലിംഗ് വിത്തൗട്ട് പാസ് ഓർ ടിക്കറ്റും പാസ്സും ഒന്നും ഇല്ലാതെ ഒരു കാരിയേജിൽ കോൺട്രാക്ട് കാരിയേജിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ 500 രൂപ പിഴ ലഭിക്കും. സെക്ഷൻ 178 ആണ്. 178 1 അതേപോലെ 178 2 കണ്ടക്ടർ ഓഫ് എ സ്റ്റേജ് കാരിയർ ഓർ ദ ഡ്രൈവർ ഓഫ് എ സ്റ്റേജ് കാരിയർ പെർഫോമിങ് ദ ഫങ്ഷൻസ് ഓഫ് എ കണ്ടക്ടർ ഫെയിൽസ്. അതായത് വണ്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുക, ഈ ടിക്കറ്റ് നൽകുന്നതിലൊക്കെ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടായാൽ ലഭിക്കുന്ന പിഴത്തുക 500 ആയിരിക്കും. 178 3 പറയുന്നുണ്ട്, നമുക്കതൊന്നും വേണ്ട. അംഗീകാരമില്ലാത്ത ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ വാഹനം കൊടുത്തു കഴിഞ്ഞാലുള്ള പിഴ എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഇനി 180 വരും. 181 ഡ്രൈവിംഗ് വെഹിക്കിൾ ഇൻ കോൺട്രാവേഷൻസ്, അതായത് 3, 4 സെക്ഷൻ പ്രകാരമുള്ള തെറ്റുകൾക്ക് 181 പ്രകാരം 5000 രൂപ ലഭിക്കും. നിയമപരമായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ലഭിക്കുന്നതാണ് 181. ഇനി മതിയായ കണ്ടക്ടർ ലൈസൻസ് ഇല്ലെങ്കിൽ 182 വരും, അത് 1000 രൂപയാണ്. സ്പീഡ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1500 രൂപയാണ് പെനാൽറ്റി വരുന്നത്. അതിൽ തന്നെ സെക്ഷൻ എടുത്ത് പറയുന്നുണ്ട്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ കാര്യത്തിൽ 1500 ഹെവി ഗുഡ്സ് ആണെങ്കിൽ 3000 രൂപയാണ്. 184 നമ്മൾ പറഞ്ഞു, അത് ഡേഞ്ചറസ് ആയ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആദ്യം 2000 പിന്നെ വീണ്ടും റിപ്പീറ്റായി വരുന്നതിന് 5000 രൂപയാണ് പിഴ വരുന്നത്. നമ്മൾ ശാരീരിക അസ്വസ്ഥത ഉള്ളപ്പോൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേന് 1000 രൂപയും രണ്ടാമത്തേന് 2000 രൂപയും ലഭിക്കും. 186 പറയുന്നു. ഈ സ്പീഡ് റേസൊക്കെ നടത്തി കഴിഞ്ഞാൽ 189 പ്രകാരം ആദ്യം 5000 പിന്നെ 10000 ലഭിക്കും. 190 ഇത് ചോദിച്ചതാണ്. അതായത് എന്താണ്, നോയിസ് പൊല്യൂഷൻ വരുത്തി കഴിഞ്ഞാലുള്ള പിഴ ഇത് ചോദിച്ചതാണ്. പഠിക്കുക. ആദ്യം 2000 പിന്നെ 10000 രൂപയാണ്. ഇവിടെയാണ് വ്യക്തമായിട്ട് നമ്മളെ ചോദ്യം വന്നിരിക്കുന്നത്. 192 1-ാമത്തെ സെക്ഷൻ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിച്ചാൽ. അപ്പോൾ ആദ്യത്തെ ഒഫൻസിൽ 3000 രൂപയാണ് ലഭിക്കുന്നത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളാണെങ്കിലും. അതിന് ട്രാൻസ്പോർട്ട് വെഹിക്കിളാണെങ്കിൽ 2-3 വീലറാണെങ്കിൽ 2000 രൂപയാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണെങ്കിൽ 3000 മീഡിയം മോട്ടോർ വെഹിക്കിൾ 4000, ഹെവി മോട്ടോർ വെഹിക്കിൾ 5000 രൂപ. രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ 7500 രൂപയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ചോദ്യം ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ലൈറ്റ് മോട്ടോർ കാറാണ് കാലാവധി കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ലൈറ്റ് മോട്ടോർ കാറിൻ്റെ കാര്യമാണ് ചോദിച്ചിരുന്നത്. അവിടെ എടുത്ത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് 3000 ഇവിടെ അസ്യൂം ചെയ്യണം. ജനറലായിട്ട് പറയുന്നത് 3000. സോ അതിന് ഉത്തരം 3000 വരുന്നത്. ഇനി അവിടെ കൺഫ്യൂഷൻ ഫാക്റ്റായിട്ട് വേറൊന്നുമില്ല, കാരണം കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അത് ഇനി ട്രാൻസ്പോർട്ട് ആയാലും 3000 തന്നെയാണ്. പെർമിറ്റ് ഇല്ലാതെ 192 1 പറയുന്നത് പെർമിറ്റ് ഇല്ലാതെ ഉള്ള വാഹനങ്ങൾക്ക് അത് LMV ആണെങ്കിൽ അല്ലെങ്കിൽ 2 3 ആയാൽ 3000 രൂപ ആദ്യവും 7500 പിന്നെ രണ്ടാമത് റിപ്പീറ്റ് വരുമ്പോൾ
മീഡിയം ഗുഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് ആണെങ്കിൽ 7,500 ആദ്യം, അതിനുശേഷം 10,000 രൂപ. അമിത ഭാരമാണെങ്കിൽ 10,000 രൂപയും പിന്നെ 1,500 വെച്ച് ഓരോ അഡീഷണൽ ടണ്ണിനും ലഭിക്കുന്നതായിരിക്കും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്നേക്കാൾ കൂടുതൽ ആൾക്കാരെ കയറ്റി ഓവർലോഡായിട്ട് പോയി കഴിഞ്ഞാൽ 194A പ്രകാരം ഓരോ പാസഞ്ചറിനും 100 രൂപ വെച്ച് എണ്ണം അനുസരിച്ച് പിഴ ഈടാക്കുന്നതായിരിക്കും. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 194B1 പ്രകാരം 500 രൂപയാണ് പിഴ വരുന്നത്. ഇനി അത് 194B2 ഒരു ചൈൽഡിന് വേണ്ട ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ 1 സീറ്റ് ബെൽറ്റും B2 500 രൂപ തന്നെയാണ്. അത് ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റമാണ്. അത് ഒരു ചോദ്യം വരാൻ കൊള്ളാവുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സെക്ഷൻ. ഇവിടെ തന്നെ പറയുന്നുണ്ട് 14 വയസ്സെന്ന്. 14 വയസ്സ്. ഇതിന് 12 ആൻസർ കൊടുത്ത് നിങ്ങൾക്ക് ഇത് വെച്ച് ചലഞ്ച് ചെയ്യാം. ഈ ഒരു സെക്ഷൻ വെച്ച് ചലഞ്ച് ചെയ്യാം. പിലിയൻ റൈഡറിൻ്റെ കാര്യത്തിൽ പറയുന്ന അയാൾക്ക് സംരക്ഷണമില്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 194C പ്രകാരം 1000 രൂപ പിഴ ലഭിക്കും. 194D എന്ന് പറയുന്നത് 129 ശിക്ഷയാണ്. അതായത് ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്നതിനുള്ള 500 രൂപ പിഴയാണ് പറയുന്നത്. അപ്പോൾ 194E എന്ന് പറയുന്നത് റോഡിൽ ഒരു ഫയർ സർവീസ് വാഹനമോ അല്ലെങ്കിൽ ഒരു ആംബുലൻസോ എമർജൻസി വെഹിക്കിൾ വരുമ്പോൾ അതിന് സൈഡ് കൊടുക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് 5000 രൂപ പിഴ വരും 194E പ്രകാരം. ഹോൺ നിരോധന പ്രദേശങ്ങളിൽ ഹോൺ ആവശ്യമില്ലാതെ അടിച്ചു കഴിഞ്ഞാൽ 194F പ്രകാരം ആദ്യത്തെ ഓഫൻസ് 1000, പിന്നെ വീണ്ടും വരുമ്പോൾ 2000 വരും. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഈ സെക്ഷൻ 196 അതാണെങ്കിൽ ആദ്യത്തെ ഓഫൻസ് 2000, പിന്നെ 4000.